ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒറീസയിൽ നിന്നും ചെലമസസും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ മകൾ മഞ്ജുവിൻ്റെ ബർത്ത്ഡേ ആണ്. സെപ്റ്റംബർ മാസം 13 ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ബർത്ത്ഡേയിൽ മഞ്ജു സിസ്റ്ററിനെ ബർത്ത്ഡേ വിഷസുകൾ ആശംസിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു സിസ്റ്റർ. കർത്താവ് ഈ വർഷം സിസ്റ്ററിൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന വർഷമാണ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തരുന്ന ഒരു ദൈവം. വിശ്വസിക്കാമെങ്കിൽ ഈ മകൾക്ക് വേണ്ടി തൻ്റെ ഈ ബർത്ത്ഡേ മുതൽ ഈ വർഷം തന്നെ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഈ വർഷം തനിക്ക് വേണ്ടി വലിയ ഫേവറുകൾ ദൈവം തുറക്കാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ തന്നെ ഒരു കാഴ്ച കാണുന്നു. ഈ വർഷം തൻ്റെ മകളായിരിക്കുന്ന സ്ഥലത്ത് സ്വന്തമായൊരു ഭവനം സ്വർഗത്തിന് ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന് ദൈവം മറുപടി തരും. രണ്ടാമത് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ദൈവം തരുമെന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത് ഹല്ലേലൂയ, ഇവരുടെ കുടുംബത്തിൽ വലിയ സമാധാനവും സന്തോഷവും ദൈവം തരുമെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ മകൾക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകും? അതേപോലെ തന്നെ ഹല്ലേലൂയ, ചെലമസസ് ഇപ്പോൾ ആയിരിക്കുന്ന താമസിക്കുന്ന സ്ഥലം വാങ്ങിക്കുവാൻ അവർക്ക് ആ അധികാരികൾ ആ സ്ഥലം കൊടുക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ ചെലമസസിന് മറ്റൊരു സ്ഥലം വിൽക്കാനുണ്ട്, അത് വിൽക്കാനുള്ള വഴിയും സ്വർഗത്തിലെ ദൈവം തുറന്നു കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം വലിയ അത്ഭുതം ചെയ്യും, ദൈവം വലിയ കാര്യം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ചെലമസസിൻ്റെ ഹസ്ബൻഡ് കർത്താവിനെ പൂർണ്ണമായി അറിയേണ്ടതിനായിട്ടും ചെലമസസ് പൂർണ്ണമായി സൗഖ്യമാകുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ഹല്ലേലൂയ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മെയിനായിട്ട് നമ്മൾ മഞ്ജു സിസ്റ്ററിൻ്റെ ബർത്ത്ഡേയിൽ അവരുടെ ആവശ്യങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കണ്ണുകൊള്ളൊന്ന് അടയ്ക്കാം. പ്രിയരെ, എന്നെ കാണുന്ന ഓരോ ദൈവമക്കളും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ ദൈവം മുഖപക്ഷമില്ലാത്തവനാണ്. നമ്മുടെ ദൈവം വാതിലുകൾ തുറക്കുന്നവനാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. എങ്കിൽ എൻ്റെ കൂടെ ഈ മിനിറ്റിൽ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഇവർ മുഖാന്തരമാണ് ഇന്നത്തെ എപ്പിസോഡ് കടന്നു പോകുന്നത്. കണ്ണുകൾ നടക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ചെലമസസും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മകൾ മഞ്ജുവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വർഷം ഈ ബർത്ത്ഡേ മുതൽ തന്നെ ദൈവം ഒന്നുകൂടെ മാനിക്കണം, ഒന്നുകൂടെ അനുഗ്രഹിക്കണം. തൻ്റെ ആവശ്യങ്ങളുടെ മേളിൽ ദൈവം പ്രവർത്തിക്കണമപ്പ. തനിക്ക് സ്വന്തമായൊരു ഭവനം ആ ദേശത്തിൽ, അതേപോലെ അനുഗ്രഹിക്കപ്പെട്ട തലമുറ കർത്താവ് നൽകുന്നതിനായി നന്ദി. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ തൻ്റെ ഹസ്ബൻഡിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയുടെ മാർഗം കർത്താവെ ഇവരുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് കുടുംബത്തിൽ നിന്ന് അനുഗ്രഹിക്കുകയാണ്. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജീവിതത്തിൽ വലിയ സമാധാനം വെളിപ്പെട്ട് വരട്ടെ. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടല്ലോ അപ്പാ. അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം, അങ്ങ് ചലിക്കുന്നതിനായി നന്ദി. യേശുവേ, അങ്ങ് പ്രവർത്തിച്ചതിനായി സ്തോത്രം, അങ്ങയുടെ കരം വെളിപ്പെടുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു അത്ഭുതം, വലിയൊരു വിടുതൽ ഈ മകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, മഞ്ജു സിസ്റ്ററിനെ ഞങ്ങൾ ഒരിക്കൽ കൂടെ ബർത്ത്ഡേയിൽ അനുഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ചെലമസസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ആയിരിക്കുന്ന ആ സ്ഥലം ഇവർക്ക് ദൈവം എഴുതി കൊടുക്കേണ്ടതിനായി ദൈവം അത്ഭുതം ചെയ്തെന്ന് പറയുവാൻ കർത്താവ് വലിയ അത്ഭുതത്തെ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അതേപോലെ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തും, അത്ഭുതങ്ങളെ ദൈവം ചെയ്യും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ പ്രത്യേകിച്ച് ചെലമസസിൻ്റെ ഹസ്ബൻഡ് ദൈവത്തെ അറിയേണ്ടതിനായിട്ട്, അതേപോലെ തന്നെ സിസ്റ്റർ ആ ദേശത്തിൽ വേറെ വസ്തു വിൽക്കുവാനുണ്ട്, അതിൻ്റെ കച്ചവടം ഉറപ്പിച്ചതിനായി നന്ദി. കച്ചവടം നടന്നതിനായി സ്തോത്രം. ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞതിനായി നന്ദി. യേശുവേ, അങ്ങ് അത്ഭുതമായ വിടുതൽ കൊണ്ടുവരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ഈ മകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചെലമസസ് പൂർണ്ണമായ ഒരു വിടുതലിലേക്ക്, അത്ഭുതത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നതിനായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ അത് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ച എല്ലാ വഴികൾക്കും വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാരംഭത്തിൽ തന്നെ പറയട്ടെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ സാമ്പത്തികത്തിൻ്റെ കൂടുതൽ ഒന്നുമല്ല പ്രിയരെ. കർത്താവ് ഇതിന് വഴി നടത്തിയതിനായിട്ട് 2012 മുതൽ ഓരോ ദിവസവും കരം പിടിച്ച് എപ്പിസോഡുകൾ മുമ്പോട്ട് നടത്തിയതിനായി ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ദൈവം
അബ്രഹാമിൻ്റെ ദൈവമാണ്. ഇതിനെ വർദ്ധിപ്പിക്കും. കർത്താവ് ഹല്ലേലൂയ അബ്രഹാമിനോട് കൊടുത്ത വലിയ പ്രോമിസിലൊന്നാണ്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ വർദ്ധിപ്പിക്കും. എന്നെ കേൾക്കുന്നവരെ ഇന്ന് ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുമ്പോഴും നിങ്ങൾക്കും ഏറ്റെടുക്കാം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ അവൻ അനുഗ്രഹിക്കുകയും നിങ്ങളെ അവൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, തമ്പുരാൻ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്, തമ്പുരാൻ മാനിക്കുന്ന ദൈവമാണ്. കർത്താവെ, എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ജനങ്ങൾക്ക് ഇന്ന് ഒരാഴമേറിയ വിടുതലുകൾ സംഭവിക്കേണ്ടതിനായിട്ട് ഞാനത് വിശ്വസിക്കുന്നു. കാരണം എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. പ്രിയരേ, ഈ വചനം ഏത് മീഡിയ മാർഗത്തിലാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, നിങ്ങളെ പ്രാർത്ഥനയോട് ഇത് ശ്രദ്ധിക്കണം. കാരണം യേശു കടക്കാരനല്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ഒരു അത്ഭുതം നിശ്ചയമായും ചെയ്യും. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഇവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു. എങ്കിൽ ഇന്ന് വിശ്വസിക്കുന്നവർ നശിക്കത്തില്ലെന്നുള്ളത് ഉറപ്പാണ്. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. വെളിപ്പാട് പുസ്തകം പറയുന്നു, ഇത് കേൾക്കുന്നവൻ, ഇത് വായിക്കുന്നവൻ, ഇത് പ്രമാണിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ വിശ്വസിച്ചേ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ്, നിങ്ങളെ മാനിക്കുന്നവനാണ്, ഉയർത്തുന്നവനാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന മാനിക്കുന്ന ഒരു ദൈവത്തെ ഫേവർ കൊണ്ട് ഞാൻ ഇങ്ങനെ ആത്മാവിൽ വിളിച്ചു പറയട്ടെ. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇറങ്ങി തിരിച്ച അബ്രഹാമിനെ രാജ്യങ്ങൾ കണ്ട് ഭയപ്പെടുന്ന രീതിയിൽ രാജ്യമാക്കി തീർക്കുകയും ചെയ്ത ആ വലിയവനായ ദൈവത്തെയാണ് നിങ്ങൾ ഞാനും സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ആരുമില്ലാത്ത അനാഥ പെൺകുട്ടിയെ രാജ്യത്തിൻ്റെ രാജാവാക്കുവാൻ എൻ്റെ ദൈവം തീരുമാനിച്ചാൽ എസ്തേറിനെ രാജ്ഞിയാക്കി തീർക്കുകയാണ്. ഹല്ലേലൂയ. ആരുമില്ലാതെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഉപേക്ഷിച്ച് അപ്പൻ്റെ ആടുകളുമായി കാട്ടിൽ കിടന്നവനെ രാജാവാക്കാൻ ദൈവം തീരുമാനിച്ചാൽ വേറെ ആർക്കും അതിനെ മാറ്റാൻ കഴിയത്തില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയോ ഇന്നലകളെയോ നോക്കരുത്. എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ ശക്തനാണ്. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് വിശ്വസിക്കാൻ പ്രിയരെ. യേശു പ്രവർത്തിക്കുന്ന ദൈവമാണ്. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാമെങ്കിൽ ഒരുമിച്ച് ഈ മിനിറ്റിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ഭയങ്കരമായ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ദൈവത്തിൻ്റെ ഫേവറുകൾ തുറന്നു വരാൻ പോകുന്നു. നമുക്കൊരുമിച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിലേക്ക് അടുത്തു വരാം. ഒരാൾ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുകയും സാമ്പത്തികമായി തകർന്നു പോകുന്നതും എന്തുകൊണ്ട് എന്ന് ഞാൻ നിങ്ങൾ വചനത്തിലൊന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. ഹല്ലേലൂയ. എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ചില ജീവിതങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന തകർച്ചകൾ, ഹല്ലേലൂയ, അപ്പനപ്പന്മാരായി കൈമാറി വരുന്ന ഒത്തിരി ഭൂസ്വത്തും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടായ തകർച്ചയിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയതായി കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ തകർന്നിരിക്കുന്നവർ പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ജോലിയുടെ വാതിലടഞ്ഞ് ഹല്ലേലൂയ ആ കടബാധ്യതയിൽ ലോൺ അടയ്ക്കാൻ പറ്റാതെ ഹല്ലേലൂയ വീട് മുഴുവൻ ജപ്തിയുടെ ആ അനുഭവത്തിൽ നിൽക്കുന്നവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകാം. പക്ഷേ ഇന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുക, സാമ്പത്തികമായി ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്നത് എങ്ങനെയെന്നും സാമ്പത്തികമായി ഒരാൾ തകർന്നു പോയത് എങ്ങനെയെന്നും ഞാനും നിങ്ങളും കേൾക്കുവാൻ പോവുകയാണ്. ആ ആഴത്തിൽ നമ്മൾ ഹല്ലേലൂയ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ആഗ്രഹം അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആയതിനാൽ നമുക്കൊരുമിച്ച് ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്നത് എങ്ങനെയെന്നുള്ള ചില ചിന്തകൾ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിലോട്ട് വെച്ച് സാമ്പത്തിക തകർച്ചയെക്കുറിച്ച് അറിയുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മളിൽ അത് വരാതിരിക്കുവാനായിട്ട്. ഹല്ലേലൂയ. ഒരു കാര്യം സംഭവിക്കുമെന്ന് ഹല്ലേലൂയ നമുക്ക് അറിവ് കിട്ടിയാൽ നമുക്കതിൻ്റെ പ്രൊട്ടക്ഷൻ ഹല്ലേലൂയ ഏറ്റെടുക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതിനകത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ശ്രദ്ധിക്കുന്നവർ ഇന്നത്തെ ഈ വചനത്തെ വളരെയധികം ശ്രദ്ധയോടെ സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുന്നത് എങ്ങനെയെന്നുള്ള ചിന്തയിലേക്ക് വരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം വായിച്ചിട്ടുള്ളവർക്കറിയാം, 32 വാക്യങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. അതിനകത്ത് ആദ്യത്തെ 10 വാക്യങ്ങൾ 2 ഉപമയിൽ തീരുന്നത് കാണാം. നഷ്ടപ്പെട്ടുപോയ ആടിൻ്റെയും നഷ്ടപ്പെട്ടുപോയ ധർമ്മയുടെയും ഉപമ കാണാൻ കഴിയും. എന്നാൽ 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ഹല്ലേലൂയ ഒരു പിതാവിനെയും 2 മക്കളെയും അവിടെ കാണിക്കുകയാണ്. ഹല്ലേലൂയ. പിതാവിൻ്റെയും മക്കളുടെയും ഈ സന്ദേശത്തിനകത്ത് ഒരാൾ ദരിദ്രനായി തീരുന്നതും ഒരാൾ സമ്പന്നനാകുന്നതും എങ്ങനെയെന്നുള്ളത് ആഴമായി പഠിക്കുന്നവർക്ക് മനസ്സിലാകും. ആ ഭാഗത്ത് നിന്ന് നമ്മളൊന്ന് ആഴമായി ചിന്തിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ ഈ വചനത്തിൽ നിങ്ങൾ ക്രമപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നേരിട്ട് ഇടപെട്ട് സംസാരിച്ച ഒരു വിഷയമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. എങ്കിൽ അനുഗ്രഹിക്കപ്പെടുന്നത് എങ്ങനെയെന്നുള്ള ചിന്തയിൽ വേഗത്തിൽ വരികയാണ്. അതിൻ്റെ 12-ാമത്തെ വാക്യം മുതൽ അനുഗ്രഹത്തിൻ്റെ തലം തുറക്കുകയാണ്. 12-ാമത്തെ വാക്യം എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. പ്രിയരെ, ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്നതിനകത്ത് ഒരു വലിയ റീസൺ അവിടെ കാണുന്നത്
ഇതാ അപ്പനോട് ഇളയ മകൻ വന്ന് പറയുകയാണ്, എനിക്ക് തരാനുള്ള പങ്ക് പകത്ത് തരണമേ എന്ന് പറയുകയാണ്. ഇവിടെ സ്നേഹനിധിയായ ഒരു പിതാവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ആ പിതാവ് തൻ്റെ മകൻ്റെ ആവശ്യത്തിൽ ഹല്ലേലൂയ അവനുള്ള പങ്ക് പകത്തു കൊടുക്കുന്നത് കാണാൻ പറ്റും. എങ്കിൽ അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ റീസൺ നിങ്ങൾ തിരിച്ചറിയേണ്ടത് അപ്പനോട് നിൻ്റെ അവകാശത്തെ ചോദിക്കുക എന്നുള്ളതാണ്. ഇതാ ഇളയ മകന് വ്യക്തമായിട്ടറിയാം അവൻ്റെ പങ്ക് അല്ലെങ്കിൽ അവൻ്റെ അവകാശം അപ്പൻ്റെ കയ്യിലുണ്ട്. ഇന്ന് ദാരിദ്ര്യത്തിൽ വലിയ പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ചിലവർ എൻ്റെ കൂടെ സ്വർഗസ്നായ പിതാവ് നിന്നെ വിളിച്ചു എന്നും പുത്രത്വം എന്നുള്ള വലിയ പദവി നിനക്ക് തന്നു എന്നും അവൻ്റെ രക്തത്താൽ നീ വീണ്ടെടുക്കപ്പെട്ടു എന്നും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിയുക സകലതും എൻ്റെ കർത്താവിനുള്ളതാണ്. ഹല്ലേലൂയ. പിശാചിനൊന്നും സൃഷ്ടിക്കാൻ കഴിയത്തില്ല. സകലതും അറുക്കുവാനും മുടിപ്പാനും തകർക്കുവാനുമാണ് പിശാച് വന്നത്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, എനിക്കും നിങ്ങൾക്കും ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ആ വീണ്ടെടുപ്പിൻ്റെ വിലയായിട്ട് വിശ്വസിക്കുന്നവർ അവൻ്റെ രക്തത്താൽ മകനെന്നും മകളെന്നുമുള്ള പദവിയിലേക്ക് വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നു, അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം തന്നു. ആ അധികാരത്തിൽ വിശ്വസിച്ചുകൊണ്ട് പിതാവിൽ നിന്നുള്ള അവകാശം ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ പകൽ ചോദിക്കാം. നിങ്ങളായിരിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് ഇന്നു മുതൽ നിങ്ങൾക്കൊരു വ്യത്യാസം വരും. കാരണം വിശ്വസിക്കുന്ന നിങ്ങൾ മക്കളാണ്. പിതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ആവർത്തന പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം പറയുന്നു, ഇതാ സ്വർഗവും സ്വർഗാതി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളതാകുന്നു. വചനം പറയുകയാണ്, ഇതാ സ്വർഗവും സ്വർഗാതി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളതാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, സാമ്പത്തികമായി ഒന്ന് അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് ആഗ്രഹിക്കുന്നവർ പിതാവിനോട് അവകാശം ചോദിക്കണം. അല്ലെങ്കിൽ പിതാവ് സർവസമ്പന്നനാണ്. നിങ്ങൾ തിരിച്ചറിയാമെങ്കിൽ ഇതാ സദൃശവാക്യക്കാരൻ പറയുന്നു 8-ാം അധ്യായത്തിൽ, പുരാതന സമ്പത്തുള്ളവൻ, എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ വസ്തുവകകളെ അവകാശമായി കൊടുക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനോട് അവകാശം ചോദിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിശ്ചയം. ഹല്ലേലൂയ. എങ്കിൽ രണ്ടാമത്തെ ചിന്ത, ഒരാൾ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി അതിൻ്റെ 13-ാമത്തെ വാക്യം, ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലതും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. എന്നെ ശ്രദ്ധിക്കുന്നവരെ, രണ്ടാമത് അനുഗ്രഹിക്കപ്പെടാനുള്ള റീസൺ എന്ന് പറയുന്നത്, പിതാവുമായി ചേർന്ന് ജീവിച്ചായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ദരിദ്രനായി തീരത്തില്ലായിരുന്നു. കിട്ടിയ പങ്ക് മുഴുവൻ അല്ലെങ്കിൽ തൻ്റെ അവകാശത്തെ മുഴുവൻ സ്വരൂപിച്ചുകൊണ്ട് അവൻ പിതാവിൽ നിന്ന് അകന്നുപോയി. ദൂരദേശത്ത് ആരും നിയന്ത്രിക്കാനില്ലാതെ അല്ലെങ്കിൽ സകല ദൂർത്താക്കി തീർത്തതായി കാണുന്നു. എന്നെ കേൾക്കുന്നവരെ, ഞാൻ ആത്മാവിൽ ഒരു പദം പറയുന്നത് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. ചിലവർ വെള്ളത്തിൽ കൈയിടുന്നത് പോലെയാണ് ഹല്ലേലൂയ സമ്പത്ത് ഉപയോഗിക്കുന്നത്. അവരെ കൈ പൊക്കുമ്പോൾ സമ്പത്ത് മുഴുവൻ ഒലിച്ചു പോയതുപോലെ ഇന്ന് ഈ വാക്കുകൾ ശ്രദ്ധിക്കാമെങ്കിൽ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ രണ്ടാമത്തെ റീസൺ അവിടെ കൊടുത്തിരിക്കുകയാണ്. അവൻ പിതാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ്റെ സമ്പത്ത് അവനെ വിട്ടു പോകുന്നില്ല. കാരണം സകലതും അറിയാവുന്ന പിതാവ് അവൻ്റെ സമ്പത്തെ സൂക്ഷിക്കുന്നു, അവനെ നേർപാതയിൽ നടത്തുകയാണ്. 91-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തിയിരിക്കും. പറ്റിയിരിക്കുന്നവർ വിടുതൽ കണ്ടിരിക്കും, പറ്റി നിൽക്കുന്നവർ ഉയർച്ച കണ്ടിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്നു മുതൽ തീരുമാനമെടുക്കണം, എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ ഒരിക്കലും അകന്നു പോകുകയില്ല. മൂന്നാമത്തെ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുന്ന റീസൺ, അല്ലെങ്കിൽ എത്ര തകർന്നിരിക്കുന്നവരും ഇത് തിരിച്ചറിയുക. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. പ്രിയരെ, അവന് സുബോധം വന്നു, അല്ലെങ്കിൽ അവൻ മാനസാന്തരത്തിലേക്ക് വന്നു. അവൻ പറയുകയാണ്, എൻ്റെ അപ്പൻ്റെ കൂലിക്കാർ ഭക്ഷണം കഴിച്ച് അവർ ശേഷിപ്പിക്കുന്നവരാണ്, ഞാനോ ആഹാരമില്ലാതെ നശിച്ചു പോകുകയാണ്. നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിനകത്ത് വാസ്തവമായും സാമ്പത്തികമായി ഒരു ഉയർച്ച ആഗ്രഹിക്കുന്നു എങ്കിൽ ഞാൻ ആത്മാവിൽ പറയുന്ന ഈ പദത്തെ സ്വീകരിച്ചോ. നിങ്ങൾ റിയലായി കർത്താവിൻ്റെ അടുക്കലേക്ക് ഒന്ന് മാനസാന്തരപ്പെട്ട് തിരിയണം. ജീവിതത്തിനകത്ത് വന്നുപോയ തെറ്റുകളും ആപത്തുകളും വന്നുപോയ തകർച്ചകളും ഒക്കെ ദൈവത്തോട് നേറ്റു പറഞ്ഞാൽ, പിതാവിനോട് നേറ്റു പറഞ്ഞാൽ, നമ്മുടെ കർത്താവ് കരുണയിൽ സമ്പന്നനാണ്. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ സ്നേഹനിധിയാണ്.
ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് പുത്തൻ വഴികളെ അവൻ തുറക്കും. നമ്മുടെ ജീവിതത്തിനകത്ത് ആവശ്യങ്ങളെ അവൻ നിറവേറ്റും. ഹല്ലേലൂയ. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ടൊന്ന് മാനസാന്തരപ്പെടുവാൻ, എത്ര വലിയ കടബാധ്യതയിൽ നിൽക്കുന്നവരും, എത്ര കുടുംബ തകർച്ചയിൽ നിൽക്കുന്നവരും, നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിലേക്ക് ഒന്ന് മുട്ടുകുത്തി, അപ്പാ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ ജീവിതത്തിനകത്തൊരു പുത്തൻ വഴിയെ തുറക്കണമേ എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ വാതിലുകൾ തുറക്കാൻ കഴിയുന്ന യെശയ്യാവ് 43 അധ്യായം 18 വാക്യം പറയുന്നു, മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എത്ര തകർന്നയാളാണെങ്കിലും എൻ്റെ കർത്താവിന് പുതിയത് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളെയും എന്നെയും അത്രത്തോളം സ്നേഹിച്ചു. ഹല്ലേലൂയ. അവൻ്റെ മടിയിലിരുന്ന പുത്രനെ മറുവിലയാക്കി തീർത്തുകൊണ്ടാണ് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തത്. ആ വീണ്ടെടുപ്പിൻ്റെ വില അറിയുന്നവൻ ലോകത്തെ ജയിച്ചിരിക്കും, പ്രശ്നങ്ങളെ ജയിച്ചിരിക്കും. കാരണം എൻ്റെ കർത്താവ് ജയാളിയാണ്. ഹല്ലേലൂയ. നിങ്ങളെയും എന്നെയും ജയിപ്പിക്കുന്ന കർത്താവിനെയാണ് തിരിച്ചറിയുന്നത്. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഒരാൾ സാമ്പത്തികമായി തകരുന്ന ചില കാരണങ്ങളെക്കുറിച്ച് കൂടെ ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വേഗത്തിൽ ഞാനത് പറഞ്ഞുവിടാൻ ആഗ്രഹിക്കുന്നു. വേഗത്തിൽ കടന്നു വരണമേ. ഒന്നാമത്തെ റീസൺ അല്ലെങ്കിൽ അവിടെ കാണുന്നത് 13 വാക്യമാണ്. അവൻ പിതാവിൽ നിന്ന് സകലതും സ്വരൂപിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് യാത്രയായി. ഒന്നാമത്തെ സാമ്പത്തിക തകർച്ച എന്ന് പറയുന്നത് അവൻ പിതാവിനെ വിട്ടകന്ന് ദൂരദേശത്തേക്ക് പോകുകയും അവിടെ ചെന്ന് സകല സമ്പത്തിനെയും ദൂർത്താക്കി കളയുന്നത് കാണാം. ഒന്നാമത് ഒരാൾ സാമ്പത്തികമായി തകരാനുള്ള റീസൺ എന്ന് പറയുന്നത് പിതാവിൻ്റെ ബന്ധത്തിൽ നിന്ന് അകലുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. വഴി നടത്തുന്ന, ഉപദേശിക്കുന്ന, അത്ഭുതങ്ങളെ ചെയ്യുന്ന പിതാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ നിങ്ങൾ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ച വെളിപ്പെടും. സാമ്പത്തികമായി തകരും, കുടുംബപരമായി തകർച്ച, ജീവിതത്തിൽ എല്ലാ മേഖലയിലും തകരാൻ റീസൺ ദൈവത്തിൽ നിന്ന് ഒരാൾ അകലുന്നതാണ്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് തെറ്റായ ബന്ധങ്ങളാണ്. അവിടെ ചെന്ന് ദുർനടപ്പുകാരനായി ജീവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് നമുക്ക് കാണാം, തെറ്റായ ബന്ധങ്ങൾ കാണാം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ആഴം വിളിച്ച് പറയട്ടെ, കയ്യിൽ സമ്പത്തും എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ 10 കൂട്ടുകാർ കാണും, എല്ലാത്തിനും മുൻനിരയിലിരിക്കാൻ. നിങ്ങൾ ഒന്നുമില്ലായ്മയിലേക്ക് വന്നാൽ ഈ കൂടെ നിൽക്കുന്ന ആരും നിങ്ങൾക്ക് കാണത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് തീരുമാനം എടുക്കണം, നിങ്ങൾ റൈറ്റായിട്ടുള്ള ബന്ധങ്ങളിലാണോ നിൽക്കുന്നത്? നിങ്ങളുടെ കൂട്ടുകാർ കറക്റ്റായ ആൾക്കാരാണോ? നിങ്ങളുടെ ആപത്തിൽ നിങ്ങളെ സഹായിക്കുന്നവരാണോ? നിങ്ങളുടെ ആപത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. രണ്ടാമത്തെ റീസൺ അതാണ്, തെറ്റായ കൂട്ടുകെട്ടുകൾ. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ കാണാൻ കഴിയും, തൻ്റെ ജ്യേഷ്ഠൻ വന്ന് പിതാവിനോട് പറയുന്ന ഒരു പദമുണ്ട്. ഹല്ലേലൂയ. അവിടെയാണ് തെറ്റായ ബന്ധമെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 15:30 വാക്യം, വേശ്യമാരോട് കൂടെ നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ. ഈ വാക്യത്തിന്റെ തുടക്കം മാത്രം വായിച്ചുകൊണ്ട് നമ്മുടെ ചിന്തയിലേക്ക് വരികയാണ്. വേശ്യമാരോട് കൂടെ നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ മകൻ. തെറ്റായ ബന്ധങ്ങൾ. ജീവിതത്തിനകത്ത് തകർച്ചകൾ അനുഭവിക്കുന്നതിനകത്ത് ഏറ്റവും വലിയ വഴിയെന്ന് പറയുന്നത് തെറ്റായ സ്ത്രീബന്ധങ്ങളാണ്. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ ആ ബ്രദറിനോട് പറഞ്ഞു, എൻ്റെ ഭാര്യ ഒരു പാവമാണ്, അവൾ അറിയാത്ത പല ബന്ധങ്ങളും എനിക്കുണ്ട്. ആ ബന്ധങ്ങളാണ് എൻ്റെ സ്വത്തുക്കളെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഒഴുകിപ്പോകാനുള്ള റീസൺ. എൻ്റെ കൂടെ ബന്ധമുള്ള ആ സ്ത്രീകളെല്ലാം വലിയ സമ്പത്ത് ആഗ്രഹിക്കുന്നവരാണ്. അവരുമായിട്ട് ചെലവഴിക്കുന്ന ഓരോ ദിവസങ്ങളും വലിയ ഹല്ലേലൂയ സമ്പത്തിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഞാൻ ഹല്ലേലൂയ നിലനിൽക്കാത്ത ആ ബന്ധങ്ങളിൽ ഏർപ്പെട്ട് ഇന്ന് ഞാൻ കടക്കാരനായി തീർന്നു. കോടികളുടെ കടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, തെറ്റായ സ്ത്രീകളുമായുള്ള ബന്ധങ്ങൾ നിങ്ങളെ കടബാധ്യതയിലെത്തിക്കും. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ സർവശക്തനെ വിളിച്ചുകൊണ്ട് പൂർണ്ണഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതം കർത്താവ് കാണുന്നു എന്നും നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കണക്ക് ബോധിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളത് തിരിച്ചറിയാം. നിങ്ങളുടെ സാക്ഷ്യം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. നാലാമത്തെ ഒരു തലം നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് കാണാൻ കഴിയുന്നു. അവൾ പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതെല്ലാം ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വന്നില്ല. അവളാണ് യേശുവിനെക്കുറിച്ച് കേട്ടത്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ചില രോഗങ്ങൾ, ബാധകൾ നമ്മെ നാശത്തിലേക്കും കടബാധ്യതയിലേക്കും തകർച്ചയിലേക്കും കൊണ്ടുപോകാം. എന്നാൽ അതിനകത്തുനിന്നുള്ള വിടുതൽ യേശുവാണ്. യേശുവിനോട് അടുത്താൽ എല്ലാ രോഗങ്ങളിലും സൗഖ്യമുണ്ട്, എല്ലാ കടബാധ്യതയും, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചന സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഒരു മാറ്റം നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയും. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റായി ഞാൻ ചിന്തിച്ചത്, ഹല്ലേലൂയ, പിതാവിൽ നിന്ന് തൻ്റെ അവകാശത്തെ ചോദിക്കുക. 2, പിതാവുമായി ചേർന്നുകൊണ്ട് ജീവിക്കുക.
പിതാവുമായുള്ള ബന്ധം, പിതാവുമായുള്ള അടുപ്പം നിന്നെ ഉയർത്തിയിരിക്കും. നിൻ്റെ ജീവിതത്തെ മാനിച്ചിരിക്കും, നിൻ്റെ ജീവിതത്തെ ഉയർത്തിയിരിക്കും. നിൻ്റെ ജീവിതത്തിനകത്ത് വലിയ മാന്യതകൾ വെളിപ്പെട്ട് വന്നിരിക്കും. കാരണം പിതാവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അധികം നൽകുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വീകരിക്കാൻ പറ്റുമോ? നിങ്ങൾ ഒരു പിതാവിനോട് ചേർന്ന് പിതാവിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ പ്രിയ മക്കളായി ജീവിക്കാൻ പറ്റുമെങ്കിൽ ആ പിതാവിനെ നിങ്ങളെ കഴിഞ്ഞേ ഉള്ളൂ. ബാക്കി എന്തും പിതാവിനുള്ളതൊക്കെയും നിനക്കുള്ളതായിത്തീരും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉറപ്പിക്കണം. ഇന്നു മുതൽ തീരുമാനമെടുക്കണം. ദൈവത്തെ അറിഞ്ഞ് ദൈവം കാണിക്കുന്ന വഴിയിൽ ഞാൻ ജീവിക്കുമെന്ന്. അങ്ങനെ ഉറപ്പുവരുത്തുന്നവർക്ക് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വന്നാട്ടെ. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് അമുദാസ്. ഞാൻ ഇപ്പോൾ റഷ്യയിൽ നിന്ന് MBBS കംപ്ലീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ആ ഒരു യാത്ര എന്ന് പറയുന്നത്, ഈ 6 വർഷത്തെ യാത്ര എന്ന് പറയുന്നത് വളരെ ദയനീയവും കഷ്ടപ്പാടും നിറഞ്ഞൊരു യാത്രയായിരുന്നു. പക്ഷേ എന്ന് തൊട്ട് ഞാൻ എൻ്റെ അപ്പനെ അറിഞ്ഞു തുടങ്ങിയോ അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിൽ ഫുൾ അനുഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൻ്റെ അനുഗ്രഹവും പാസ്റ്ററിൻ്റെ പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിന്ന് ഇവിടെ ഇങ്ങനെ സാക്ഷ്യം പറയുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പനിൽ നിന്ന്. പാസ്റ്റർ കഴിഞ്ഞ തവണ വന്നപ്പോൾ എൻ്റെ തലയിൽ കൈവച്ച് എനിക്ക് പ്രാർത്ഥിച്ചായിരുന്നു എന്നെ സഹായിക്കാൻ ഒരാളെത്തുമെന്നും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുമെന്നും. അതേ കണക്കൊരാൾ വന്ന് എൻ്റെ ഫീസും കാര്യങ്ങളും എല്ലാം നോക്കുകയും എൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്തു. ഇനി ഞാൻ നാളെ കണ്ണൂരിലേക്ക് ബാക്കി പഠിക്കാൻ പോവുകയാണ്. അവിടെയും എനിക്ക് ഫ്രീ ആണ്. എനിക്ക് അപ്പൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയതാണ്. അല്ലെങ്കിൽ നല്ല പൈസയാവുന്ന ഒരു സ്ഥലത്ത് എനിക്ക് ഫ്രീ ആയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അതെല്ലാം കർത്താവിൻ്റെ അനുഗ്രഹവും പാസ്റ്ററിൻ്റെ പ്രാർത്ഥനയും കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ഇനിയും അങ്ങോട്ടും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇതേപോലെ കേൾക്കുന്ന സാക്ഷ്യങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത്. ഒരുമിച്ച് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ യേശു ശിഷ്യന്മാരും അക്കരയ്ക്ക് പോകുമ്പോൾ, ഹല്ലേലൂയ, യേശു ഉറങ്ങുന്ന സമയത്ത് ആ തിരമാലകൾ അവരെ ഭാരപ്പെടുത്തി, ആ കാറ്റുകൾ അവരെ മരണഭയത്തിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ യേശു അവരോട് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെയാണ്? വിശ്വാസം കുറയുന്ന ഓരോ ദൈവമക്കൾക്കും സാഹചര്യങ്ങൾ അവരെ ഭരിക്കും. ഹല്ലേലൂയ. എന്നാൽ വിശ്വാസം വർദ്ധിക്കുമ്പോൾ അവർ ദൈവത്തെ കാണാൻ തുടങ്ങും, അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ വിശ്വാസത്തിൽ ഇപ്പോൾ ഒരു ഉയർന്ന നിലയിലാണ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ വിശ്വാസത്തിൽ നിങ്ങളുടെ രോഗമുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ കൈവച്ചോ, നിങ്ങൾ സൗഖ്യമാകാൻ പോവുകയാണ്. നീണ്ട നാളുകളായി കിടക്കയിൽ കിടക്കുന്നവർ സൗഖ്യമാകാൻ പോവുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നമ്മുടെ ആരാധനകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകാലുകൾക്ക് സ്വാധീനമില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവരുണ്ടാകാം. പലവിധ രോഗത്തിൽ ഭാരപ്പെടുന്നുണ്ട്. നേരിട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വരണം. ഇല്ലാത്തവർ ഇപ്പോൾ കിടക്കയിൽ കിടക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. വലിയ അത്ഭുതം നിങ്ങൾ വിശ്വസിക്കണം, സ്വീകരിക്കണം. കാരണം യേശു എനിക്ക് വേണ്ടി സൗഖ്യത്തെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത്. എൻ്റെ സൗഖ്യത്തെ കാൽവരി ക്രൂശിൽ അവൻ വഹിച്ചു. അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന വചനം ഏറ്റെടുത്താട്ടെ. നിങ്ങൾ സൗഖ്യമാകാൻ പോവുകയാണ്. യാക്കോബിൻ്റെ ലേഖനം ശ്രദ്ധിക്കുന്നവർക്കറിയാം, വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കണ്ണുകളൊന്ന് അടയ്ക്കാം. ഇന്ന് അനേകർ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വലിയ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ കണ്ണിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു ഞാൻ കാണുന്നു. കർത്താവെ, കാലിന് സ്വാധീനമില്ലാത്തവർ, അലർജി രോഗത്താൽ ഭാരപ്പെടുന്നവർ, ആസ്മയിൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ, ശ്വാസകോശത്തിന് പ്രോബ്ലമായി നിൽക്കുന്നവർ, ഹല്ലേലൂയ, തല മുഴുവൻ ഹല്ലേലൂയ ചൊറിച്ചിൽ പോലെ നിൽക്കുന്ന, ഹല്ലേലൂയ വ്രണം പോലെ നിൽക്കുന്ന ചിലവർ ഇപ്പോൾ അടിപ്പിണരാലുള്ള സൗഖ്യം കാണുകയാണ്. യേശുവെ, അങ്ങയുടെ സൗഖ്യം വെളിപ്പെടുത്തണമേ. യേശുവെ, അങ്ങയുടെ വിടുതൽ അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറിയ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. മറിയയ്ക്ക് വേണ്ടി കുടുംബഭാരം തീരുന്ന രീതിയിൽ ഒരു അത്ഭുതം കർത്താവ് ചെയ്യുകയാണ്. കർത്താവെ, ഞാൻ ഈ സമയത്ത് തന്നെ ജോഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോഷിയുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. വീട്ടിൽ നീന എന്ന് വിളിക്കുന്ന ആ സഹോദരിക്ക് വേണ്ടി സാമ്പത്തിക വഴി ദൈവം തുറക്കുകയാണ്. ജൂലി സിസ്റ്ററിന് വേണ്ടി വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നു. കർത്താവെ,
ഓരോ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വഴിയില്ലാത്ത ചില മേഖലകളിൽ ദൈവ സാന്നിധ്യം ഇവരെ ബലപ്പെടുത്തുകയും വഴി തുറക്കുകയും ചെയ്യട്ടെ അപ്പാ. കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അത്ഭുത വിടുതലുകൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സുമ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സുമയ്ക്ക് വേണ്ടി ഒരു അത്ഭുത വഴി, സാമ്പത്തിക വിടുതൽ ദൈവം അയക്കുകയാണ്. കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്ന അനേകരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കണമേ അപ്പാ. അറിയാം, ബിസിനസ് തകർന്നു പോയവർ, ജോലി നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിൽ എങ്ങും എത്തിയില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നവരുണ്ട് അപ്പാ. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുത വഴികൾ തുറക്കണമേ അപ്പാ. അത്ഭുത വിടുതലുകൾ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ തിരുക്കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവേ, അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെട്ടതിനായി നന്ദി. പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആത്മാവിൽ കാണുന്നത് വീട്ടിനകത്ത് വലിയ വഴക്കും പ്രശ്നങ്ങളും മദ്യപാനവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സഹോദരിമാരെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഇപ്പോൾ കർത്താവിൻ്റെ കരം വെളിപ്പെടുകയാണ്. ദൈവത്തിൻ്റെ അനുകൂലത വെളിപ്പെട്ട് വരികയാണ്. കർത്താവെ, സാമ്പത്തികമായി നന്മകൾ നഷ്ടപ്പെട്ടു പോയവർ, കളിപ്പിക്കപ്പെട്ടവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടി ഇപ്പോൾ അത്ഭുതകരം വെളിപ്പെടട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾക്ക് വേണ്ടി ഇതുവരെയും തുറക്കാത്ത വാതിലുകൾ തുറക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം വർദ്ധിക്കട്ടെ അപ്പാ. വലിയ വിടുതലുകൾ നടന്നു കഴിഞ്ഞാൽ സ്തോത്രം. യേശുവേ, അങ്ങയുടെ തിരുക്കരത്തിലോട്ട് എന്നെ കാണുന്ന ഓരോ മക്കളെ ഏൽപ്പിക്കുന്നു. ഇവരെ സന്തോഷം വർദ്ധിക്കട്ടെ, ഇവരെ വിടുതലുകൾ വർദ്ധിക്കട്ടെ. കർത്താവിൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. ആമേൻ. ആമേൻ. പ്രിയരെ, വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഉറപ്പായും അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്താട്ടെ. 8311 വേഗത്തിൽ വിളിച്ചാട്ടെ. അതേപോലെ തന്നെ 9072 എന്ന് കാണുന്നത് വാട്സാപ്പ് നമ്പറാണ്. നിങ്ങൾ വാട്സാപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്താട്ടെ, മെസ്സേജ് അയച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായി റിപ്ലൈ ചെയ്യും. നിങ്ങളുടെ വിഷയത്തിനകത്തും മറുപടി ദൈവം തരുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അതേപോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം എല്ലാ ദിവസവും 6 മണിക്ക് നമുക്ക് ഹല്ലേലൂയ സൂമിൽ ആരാധന നടക്കുകയാണ്. അനേകായിരങ്ങൾക്ക് അത് വിടുതലായിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷമായി മുടക്കമില്ലാതെ ഈ ആരാധന മുമ്പോട്ട് പോകുന്നു. അതേപോലെ തന്നെ ഈ ഒക്ടോബർ മാസം 19-ാം തീയതി നമ്മൾ ഇസ്രായേലിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന സഭയായിട്ട് നിങ്ങളും കടന്നു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ കടന്നു വന്നാട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അല്ലെങ്കിൽ വെളിപ്പെട്ട് വരട്ടെ. ദൈവം നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. അതേപോലെ തന്നെ എന്നെ കാണുന്ന ചിലരോട് ഓർപ്പിക്കുന്നു, ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് മിസ്സാകുന്നുവെങ്കിൽ യൂട്യൂബിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും. അതേപോലെ മിനിസ്ട്രിയെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിച്ചാട്ടെ. നമുക്ക് എല്ലാ ദിവസവും കൊല്ലത്ത് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അനേകർക്ക് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്കും സഹായിക്കാൻ പറ്റുമെങ്കിൽ ചെയ്താട്ടെ. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ കാണേണ്ടതിനായിട്ട് കേരളത്തിൽ നടക്കുന്ന മിക്ക ആരാധനകളിലേക്ക് നിങ്ങൾ കടന്നു വന്നാട്ടെ. മിക്ക സ്ഥലത്തും നമ്മുടെ ആരാധന നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.